ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് വീട്ടിൽ ഉമ്മയും അനിയനും അനിയത്തിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ കറിക്കുള്ള എല്ലാം റെഡിയാക്കിയിട്ട് അതങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അത് അപ്പുറത്തായിട്ട് ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ പുട്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ചോറെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് തന്നെ നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പുട്ടും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതാ കറി ഒന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയൊക്കെ അനിയത്തി കട്ട് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇതാ ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കാം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ചിക്കൻ ശാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആവൊന്നും വേണ്ട. പിന്നെ കറിക്കായിട്ട് സാമ്പാറാണ് കേട്ടോ. അത് ഉമ്മ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതാ സാമ്പാർ ഒന്ന് കടുക് പൊട്ടിക്കണം. ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു സെയിം പാനിൽ തന്നെ ഉള്ളിയും തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ പച്ചമുളക്, ഉപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മസാലപ്പൊടികൾ ചേർക്കാം. കുരുമുളക്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതൊരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതാ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതാ ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് ചിക്കനൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതാ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും ഉമ്മയും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.